കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചെതല് എങ്ങനെ വരാതിരിക്കാം, ചെതലിനെ എങ്ങനെ നശിപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മളൊരു ഡോക്ടർ ഹോമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലായിരുന്നു. ഇപ്പം നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിൽ മയ്യിൽ. ഞാൻ അന്വേഷിച്ചപ്പോൾ അന്ന് മഞ്ചേരിയിൽ ചെയ്ത ആ ടീം, ഡോക്ടർ ഹോം ടീം ഇവിടെ ഉണ്ട്. ഇതൊരു പുതിയൊരു വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവർ ഈ ചെതലിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിൽ ചെതൽ വരുമോ, വാറണ്ടി ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ആ ഗ്യാപ്പിൽ എന്തൊക്കെ സംഭവിച്ചു, ഇത് സക്സസ് ആയി നടന്നോ, എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ ആണോ, ചെതൽ വരുന്നുണ്ടോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും നമുക്കറിയണ്ടേ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരുമിച്ചുണ്ടായ അൻവർ ഇന്ന് ഇവിടെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അൻവറിനെ പരിചയപ്പെടാം. അൻവർ ഉണ്ട് ഇവിടെ. അൻവർ ബാബാ ചെയ്യട്ടെ മക്കളെ, 2 മിനിറ്റ് കേട്ടാ, ബാക്കി വിളിക്കാൻ നോക്കോ. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇതാണ് അൻവർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരുമിച്ചുണ്ടായ അൻവർ. ഒരു വർഷമായില്ലേ നമ്മൾ കണ്ടിട്ട്? ഒരു 9-10 മാസം, ഓൾമോസ്റ്റ് ഒരു വർഷം തന്നെ അല്ലേ. അപ്പോൾ അന്ന് ചെയ്ത വീഡിയോ, അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളെ ഈ ഒരു ഡോക്ടർ ഹോം എവിടെ എത്തി, കേരളം മുഴുവൻ സ്പ്രെഡായോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഒന്നും കൂടി കാണിക്കാൻ, പരിചയപ്പെടുത്താന്നൊക്കെയുള്ള രീതിയിലാണ് വന്നത്. അന്ന് ചെയ്ത വീഡിയോ അത്യാവശ്യം നല്ല ആളുകൾ, നല്ല രീതിയിൽ നമുക്ക് ഓരോ ദിവസവും വിളിക്കുന്ന കസ്റ്റമർ ഷാൻബായിൻ്റെ വ്ലോഗ് കണ്ട് വിളിക്കാന്ന് പറഞ്ഞ് സംസാരിക്കും. നല്ല രീതിയിൽ കുറേ കസ്റ്റമർ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറേ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അന്നത്തെ ഒരുപാട് കസ്റ്റമറിന്റെ കോൾ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നല്ല മാറ്റമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിൽ? ഇപ്പോൾ ആൾ കേരള സർവീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ 3 ടീമായിട്ടാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതായത് തിരുവനന്തപുരം ടു എറണാകുളം വരെ ഒരു ടീം, അവിടുന്ന് കാസർഗോഡ് വരെ ഒരു ടീം, അവിടുന്ന് കോഴിക്കോട് ടു കണ്ണൂർ കാസർഗോഡ് വരെ ഒരു ടീം, മലപ്പുറം ടു കോഴിക്കോട് വരെ ഒരു ടീം, ഇങ്ങനെ 3 ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ബിസി ആയിപ്പോ, കാരണം ജനങ്ങൾക്ക് ആവശ്യമുണ്ട് ഇത്. അതെ അതെ. കാരണം അത് ചെതല് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ശരിക്കും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സൊല്യൂഷൻ ആയി എന്നുള്ള, ഇത് സൊല്യൂഷൻ വേണം എന്നുള്ളത് പോലും നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ നോർമലി ഒരു 6 മാസത്തെ ട്രീറ്റ്മെന്റ് എന്നുള്ളതിൽ മണ്ണെണ്ണ കൊണ്ട് ടെർപ്പിൻ ഇങ്ങനെ കടിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു 6 മാസത്തെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നോർമലി, അതാണ് നോർമലി ചെതലിന് ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന ട്രീറ്റ്മെന്റ്. അതല്ല, അതിന് ലോങ് ടൈം റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു, അങ്ങനെ അത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള ജനങ്ങൾക്ക് അറിയിക്കണമല്ലോ. ഒരു വർഷം മുമ്പ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതറിയണം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം മാറ്റം ഉണ്ടാവും, കാരണം വെയിലിങ്ങനെ അടിച്ചുകൊണ്ട് കാരണം ഗ്ലാമർ മൊത്തം പോകും. നമുക്ക് കുറച്ച് ഇവിടെ മാറിയിരിക്കാം. വാ ബ്രോ. അപ്പോൾ ഇത് ചെയ്യുന്ന രീതികൾ നമ്മൾ ആദ്യം ഹോൾ എടുത്തിട്ടില്ലേ, ഹോൾ എടുത്തതിന് ശേഷം പിന്നെ വീടിന്റെ അടിഭാഗം നേരെ സ്കേർട്ടിങ്ങിന്റെ നേരെ മുകൾക്കുള്ള ഭാഗം, അതായത് 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ ഡ്രില്ല് ചെയ്യും. ഇപ്പൊ ഈ ഡ്രില്ല് ചെയ്ത് വന്ന ഈ ഒരു സിസ്റ്റം അല്ലേ, ഇതേമാതിരി നമ്മൾ സ്കേർട്ടിങ്ങിന്റെ നേരെ മുകൾക്ക്, ബെൽറ്റിന്റെ നേരെ മുകളിൽ, അധികം ഇവിടെ ബെൽറ്റ് ഇല്ലാത്ത വീടുകൾ ഈ ഒരു ഭാഗത്തേക്ക് കൂടുതൽ വരില്ല, കണ്ണൂർ ഭാഗത്തേക്ക്. അതിന്റെ നേരെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഏകദേശം ഡ്രില്ല് ചെയ്തിട്ട് വീട് മൊത്തം റൗണ്ട് അടിച്ച് വരും. ഈ ഹോളിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ കെമിക്കൽ അപ്ലൈ ചെയ്യും. 3 റൗണ്ട് ആയിട്ട് കെമിക്കൽ സ്പ്രേ ചെയ്യും ഈ ഹോളിന്റെ ഉള്ളിലേക്ക്. അതിനുശേഷം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, സാധാ ബോർഡിൽ എഴുതുന്ന ചോക്കൊക്കെ നല്ല കെമിക്കലിൽ കലക്കി വെച്ചിട്ട് ഈ ഹോളിക്ക് ഇട്ടിട്ട് നമ്മൾ അത് പുട്ടിട്ട് ഫിനിഷ് ചെയ്യണം. എന്തായാലും നമുക്ക് അത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ലൈവ് ആയിട്ട് കാണാം. പകത്തും ചെയ്യുന്നുണ്ടല്ലേ? ഇന്ന് തുടങ്ങിയിട്ടുള്ളവർക്ക് അതെ, ഇന്ന് രാവിലെ ഇപ്പോൾ 9 മണിയായി തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? ഇവിടെ എല്ലായിടത്തും ചെയ്യും. ഏതായാലും വീടും കാണാം, നല്ല അടിപൊളി വീടാണ്. ഇത് ഹാളല്ലേ? ഇതൊരു പ്രവാസിയായിട്ടുള്ള ഒരാളുടെ വീടാണ്. ഏകദേശം ഈ അടിഭാഗല്ലേ, ഈ ടൈൽസിന്റെ സ്കേർട്ടിങ് വരുന്ന ഭാഗല്ലേ, കംപ്ലീറ്റ് ചെയ്യും. ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യും, അടിഭാഗം. അതേമാതിരി നമ്മൾ ഈ ജനലുകളില്ലേ, ഈ ജനലിന്റെ ഇവിടെ യു ഷേപ്പ് ചെയ്യും. ഇത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ചെയ്യും. 1 സൈഡ് 2 സൈഡ് പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ചെതല് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകില്ല. നമ്മൾ എവിടെ അങ്ങനെ ഷാമ്പായി കണ്ടില്ലല്ലോ, ചെതല് ഇങ്ങനെ വന്നിട്ട് നേരെ അങ്ങോട്ട് പോകില്ല. ചെതലുകളൊന്നല്ല ഇങ്ങനെ സഞ്ചരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കും, അവരിങ്ങനെ സഞ്ചരിക്കും. ഒരിക്കലും ഇവിടുന്ന് ഒരു ചെതൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് പോകില്ല. അപ്പൊ അതാണ് നമ്മൾ യു ഷേപ്പിൽ ചെയ്യുന്നത്. ഇതിനൊരു പോയിന്റിന് ചെതല് സഞ്ചരിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അവർ പോകുന്ന ആ പ്ലേസ് കവർ ചെയ്യാന്നുള്ളതും പാടില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ ജനലുകൾക്കും 2 സൈഡും അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും 2 സൈഡിലും ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ട്, ഇത് മരത്തിന് മാത്രമേ ചെതല് പിടിക്കുന്നുള്ളേ. അല്ല, നമ്മൾ ആക്ച്വലി ആ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തൊരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞുതരാം. ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരിക്കലും എന്തിനല്ല, ഈ ഒരു ജനലിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല. അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ചുമരില്ലേ, ഈ ചുമരിന്റെ ബിൽഡ് ക്വാളിറ്റി സേവ് ചെയ്യാനാണ്. ഇത് ശരിക്കും ജനങ്ങൾക്ക് അറിയില്ല. അതായത് നമ്മൾ ഈ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജനലും വാതിലും കട്ടിലും നഷ്ടപ്പെടാതിരിക്കാനാണ് എന്നാണ് എല്ലാവരും. അതല്ല, ശരിക്കും ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ചുമരില്ലേ, ഇതിപ്പോ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടാണ്, ഇതിനൊരു മസിൽ ഉണ്ടാവും, ഇതിനൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. ഇത് ഒരു 50 വർഷം അല്ലെങ്കിൽ ഇതുപോലെ നിലനിൽക്കുന്ന നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ കേരളത്തിൽ ഏത് വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വീട്
ബിൽഡ് ക്വാളിറ്റി പോകും. അവിടെ ഇവിടെയും വിള്ളലും ക്രാക്കും ഒക്കെ വരും. അപ്പൊ ഇത് എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലെ മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു സീസണാണ്. അപ്പൊ നോർമലായിട്ട് എന്ത് ചെയ്യും, ഇവിടെ നല്ല വെയിലടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെതിലുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അവിടെ മഴ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരും. എവിടെയെങ്കിലും വാട്ടർ ടാങ്ക് ലീക്ക് വന്നാൽ അവർക്ക് അങ്ങോട്ട് പോകും. ഈ സഞ്ചരിക്കുന്ന ഭാഗങ്ങള് സിമെന്റും മണ്ണും മണലും ഒരു പിടുത്തുണ്ട്, ഇത് വിടും. ഇവര് ചെതിൽ ഒരുപാട് അങ്ങോട്ട് കൂടി സഞ്ചരിച്ചാൽ അപ്പൊ നമ്മുടെ ചുമര് ഇതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയലിന്റെ ബിൽഡ് ക്വാളിറ്റി പോവും. അപ്പൊ എന്ത് ചെയ്യും, അത് ക്രാക്കും ഇതൊക്കെ ആയിട്ട് ഈ ചുമര് പെയിന്റിംഗ് ഒക്കെ പൊട്ടി പുറത്തേക്ക് പിന്നെ കണ്ടിട്ടില്ലേ, ഇതൊക്കെ ഇടിമിന്ന് പോലെ വിള്ളലൊക്കെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പൊ ചെതില് വരുന്ന പിന്നെ ജനലും വാതിലും ഡാമേജ് ആക്കുന്നുള്ളതിലല്ല, വെറും മരത്തിന് മാത്രമല്ല കല്ലിലും ചുമരിന്റെ ബിൽഡ് ക്വാളിറ്റി കൂടി സേവ് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ജനലും കൂടി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ ഉള്ളിലുള്ള പുഴുക്കളെ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരം എന്താ വെച്ചാൽ പല്ലി, പാറ്റ, ഉറുമ്പ് പോലത്തെ നമ്മുടെ വീട്ടിൽ വരുന്ന ജീവികളുടെ വലിയ രീതിയിൽ അപകടം കമ്മി കിട്ടും. ഒരു പരിധി വരെ ശർക്കര വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറുമ്പ് വരും, പക്ഷെ എന്നാലും ഒരു വലിയ രീതിയിൽ വരുന്ന അതിന്റെ ഒരു അപകടം തീർച്ചയായിട്ടും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുക്കും? ഇത് ഒരു ദിവസം 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് ഒരു ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് കഴിയും. രാവിലെ ഒരു 9 മണിക്ക് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി ആകുമ്പോഴത്തേന് വർക്ക് തീർക്കും. ഇതിപ്പോ 3000 സ്ക്വയർ ഫീറ്റ് ആണോ? ഇല്ല, ഇത് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. പക്ഷെ 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ ഒരു ദിവസം കൊണ്ട് അതിന്റെ മുകൾക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം ഡിലേ വരും. 1.5 ദിവസം 2 ദിവസം മാക്സിമം. ഈ വീടിന്റെ ഓണർ ഇവിടെ ഉണ്ട്. ഒരുപാട് മാസങ്ങളായിട്ട് വിളിക്കുന്ന ആളാണ് നമ്മളെ. ഇവിടെ ഉണ്ട്, മുള്ളി നമുക്ക് കാണാം. എന്തല്ലോ വിശേഷം? സുഖല്ലേ? ശരി, രണ്ടുപേരും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങളെ വീട് പുതിയതായിട്ട് വീട് എടുക്കണം. പേരെന്താ? സുബൈർ. നാട്ടിലാണോ അല്ലേ പുറത്താ? ദുബൈയിലായിരുന്നു, ഇപ്പൊ നാട്ടിലായിരുന്നു. ഇത് വൈഫ്. പേരെന്താ? ആമിന. ഓക്കെ. ഇതിലേക്ക് ഇങ്ങനെ എത്തിയത് നമ്മുടെ ഈ ഒരു ചെതലിന്റെ ഇങ്ങനെ ഇതെല്ലാം കാണലുണ്ട്. പിന്നെ ഒരു വർഷമായിട്ട് ഇവനായിട്ട് പരിചയമുണ്ട്. ഇവനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇത് ഇന്ന് നാളാന്ന് പറഞ്ഞാൽ അതിങ്ങനെ നീണ്ടുപോയിന്നേ ഉള്ളൂ. അതിങ്ങനെ എപ്പോഴെങ്കിലും വിളിക്കും, ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വരുന്നു. അപ്പൊ അവസാന ഘട്ടത്തില് ഇങ്ങനെ എത്തി. അപ്പൊ ഇവരായിട്ട് 2 ദിവസം മുന്നേ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു, വന്നോ ഏതായാലും ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഇന്ന് എത്തിയത്. ഇത് ചെയ്യണം എന്നുള്ളൊരു തോന്നാനൊരു കാരണം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ചിലയിടത്തെല്ലാം ഇങ്ങനെ കാണുന്ന നമ്മൾക്ക് ഈ പുതിയ വീടെല്ലാം ഉണ്ടാക്കിയിട്ട് ചെതലും കാര്യങ്ങളും നമ്മള് മരങ്ങൾ ഇവിടെ അധികം മരത്തിൻ്റെതാണല്ലോ. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് എത്രയോ പൈസന്റെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം. ചില ആൾക്കാർ ഇത് മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യില്ല. വീടെല്ലാം എടുത്തിട്ട് 5-6 വർഷം ഒരു അനുജന്റെ വീടുണ്ടായിരുന്നു. അപ്പൊ അവന് ഇപ്പൊ 1 വർഷമായിട്ടില്ല. അപ്പൊ 1 വർഷം കഴിയുമ്പോൾ തന്നെ ഇത് ചെതില് വന്ന് എല്ലാം പൊളിച്ച് ചാടലും പിടിക്കലും. അപ്പൊ നമ്മൾ ആദ്യത്തെ പണിയും വേസ്റ്റ് ആയി, പൈസയും വേസ്റ്റ് ആയി. അപ്പൊ അവനോട് പറഞ്ഞ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ ഏതായാലും നമ്മള് തുടങ്ങി ഇത് ക്ലിയർ ആക്കി. അത്ര അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതാണ്. വീട് എന്ന് പറയുമ്പോ ഒരു സ്വപ്നമാണ്. അപ്പൊ ഈ ചതുര കാര്യങ്ങളെല്ലാം വന്ന് വീട് നശിക്കുന്നതിനെക്കാട്ടി ഇതുപോലത്തെ ആദ്യം തന്നെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേ. കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചതിലൊക്കെ വന്നിട്ട് വീടുകളിൽ ഇങ്ങനെ ചതുര ഉണ്ട്. പിന്നെ നമ്മൾ കുറെ വീഡിയോയിലെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സംഭവം ആദ്യം തന്നെ ചെയ്യാന്ന് വിചാരിച്ചത് അല്ലേ? അതെ, മുമ്പ് ചെയ്തിട്ട്. അപ്പൊ ഇത് നമുക്കും അറിയണല്ലോ ഇത് എന്തായി, ജനങ്ങൾ ഇത് ചെയ്തിട്ട് എന്താണ് ഇതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങള്. പക്ഷെ ഇപ്പൊ എല്ലാരും ചെയ്യണമെന്നാ പറയുന്നത്. എല്ലാവരും ചെതലെല്ലാം കാണുമ്പോ എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ മരം ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു നിസ്സാര കാര്യത്തിന് വേണ്ടിട്ട് ചെറിയൊരു നിസ്സാര കാര്യത്തിന് നമ്മൾ ചെയ്യാണ്ടെന്ന് ഈ പൈസ മുടക്കിയിട്ടുള്ള മരങ്ങൾ, കല്ലുകൾ ഇതെല്ലാം ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയത് മാറ്റണ്ടേ? കല്ലിന് ചെതില് വരും നമ്മളെ ഈ അടിയിൽ വരും. ഇതെന്തായാലും കല്ലിന് വരും. കല്ലിന് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ പോയപ്പോ അവിടെ നമ്മൾ പൊളിക്കുമ്പോൾ കല്ലിന്റെ ഉള്ളിൽ ചെതില് വരുന്നത്. അതന്നെ 1 വർഷം മുന്നേ ഇവ ചെയ്യാൻ പറഞ്ഞു. ഇതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു ഈ തേപ്പ് തുടങ്ങി ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞ് വേണോ വേണ്ടോ എന്നുള്ള ഇങ്ങനെ ഓരോരാളും അഭിപ്രായമല്ലോ. കുറെ ആള് പറയും ചെയ്യണം, കുറെ ആള് ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ ഏതിലും അങ്ങനെ നീണ്ടുപോയിട്ട് ലാസ്റ്റ് സ്വയം തോന്നി ചെയ്യണം. ആണ് ഒരു അപകടം വരുന്നതിന് മുമ്പ് അതിനുള്ള വഴി കണ്ടെത്താം. അപകടം വന്നിട്ട് സൊല്യൂഷൻ കണ്ടുവരില്ല. അപ്പോഴേക്കും നമുക്ക് സാധനം നഷ്ടമാവും, എല്ലാം നഷ്ടം. അപ്പൊ പുതിയൊരു വീടെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. കാരണം ചെതല് എന്ന് പറയുന്നത് മരത്തിൽ മാത്രമല്ല, ഈ കല്ലിന്റെ ഇടയിലേക്ക് നനവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചെതല് വരും. അപ്പൊ ഇപ്പം പറഞ്ഞ പോലെ തന്നെ 1 വർഷം കൊണ്ടാണ് ആളുടെ ബ്രദറിന്റെ വീട്ടിലെ ചെതല് വന്നിട്ട് ആകെ നഷ്ടപ്പെട്ടത്. അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക. വീട് ആരുടെ പ്ലാനാണ്? നിങ്ങളുടെ പ്ലാനാണോ? ഒരുമിച്ചുള്ള പ്ലാനായിരുന്നു. അടിപൊളി വീട് കേട്ടോ. അപ്പൊ ചെതലിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മള് ചെതല് മാത്രമല്ല, നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണോ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുള്ളത് അത് വീട് എടുക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, നമ്മൾ താമസം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്തായാലും പരിചയപ്പെട്ടില്ല, സന്തോഷം. ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ അൻവർ, ഇനി അടുത്ത പരിപാടി എന്താണ്?
നമ്മളിത് എന്താ വെച്ചാൽ ഈ ചെയ്ത ഹോള് ഇതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ഇതേമാതിരി 3 റൗണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, കെമിക്കൽ അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ 3 റൗണ്ടായിട്ട് ഒരു വട്ടം അപ്ലൈ ചെയ്യും, അത് ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് അങ്ങനെ 3 റൗണ്ടായിട്ട് അപ്ലൈ ചെയ്യും. ഇത് ചെയ്തതിന് ശേഷം ഇവര് ഈ ചോക്ക് ഇതിന്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യും. ഈ ചോക്ക് നമ്മൾ നേരത്തെ നല്ല പവറിൽ കെമിക്കൽ കലക്കി വെച്ച് അതിലേക്ക് ചോക്ക് ഇടും. ഈ ചോക്ക് കെമിക്കൽ അബ്സോർബ് ചെയ്യും. ഈ ചോക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഹോളിന്റെ ഉള്ളിൽ ഇടും. ഇത് എല്ലാ ഹോളിന്റെ ഉള്ളിൽ ഇടും. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഹോൾ ചെയ്ത എല്ലാ ഹോളിലും ഇതേമാതിരി നമ്മൾ ചോക്ക് ഇടും. ഈ ചോക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇത് കൂറ ചോക്ക് ഉണ്ടാക്കുന്നതിന്റെ ഒരു വേറൊരു വേർഷൻ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണല്ല, കസ്റ്റമറിന്റെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് ഡോക്ടർ ഹോമിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നിട്ട് അതിനുശേഷം ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഹോളുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പുട്ടിട്ടിട്ട് സാധാ ചുമരിന്റെ ഫിനിഷിംഗിലേക്ക് ആക്കി കൊടുക്കും. ഈ ഹോളുകളൊന്നും ഇവിടെ പുറത്ത് വെളിവാവില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോർമലി ചുമരിന്റെ ഫിനിഷിംഗിലേക്ക് ആക്കി കൊടുക്കും. എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോ ആളില്ലാത്ത വീട്, ഇപ്പൊ ആളുള്ള വീടുകൾ ഉണ്ടാവില്ലേ, നിങ്ങളിപ്പോ ആളുള്ള വീടുകളൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ ഈ പണിയിലെടുത്തിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ മണ്ണും പൂയെല്ലാം കച്ചറെല്ലാം ആയിട്ട് അങ്ങനെ ഇട്ട് പോകുമ്പോൾ ഈ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തിനെന്ത് ചെയ്യാം? അതെ, നമ്മളിപ്പോ ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടാണ്. ഇവിടെ ഇപ്പൊ ഈ ചളി അറിഞ്ഞത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വീട്ടിലുള്ള ചളിയും പൊടിയും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയായി കൊടുക്കും. താമസിക്കുന്ന വീട്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെയായാലും അവർക്കൊരു അവരുടേതായ രീതിയിലൊരു ക്ലീനിങ് ഉണ്ടാവും. പക്ഷെ വരുന്ന സമയത്ത് നിലം തുടച്ച് റെഡി ആക്കിയിട്ടാണ് നമ്മൾ അവിടുന്ന് പോരുക. അതായത് ഈ പൊടികളൊക്കെ എടുത്ത് ബ്രഷ് കൊണ്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇടും. അതിനുശേഷം നിലം തുടപ്പുകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പോരുക. പക്ഷേ കസ്റ്റമറിന്റെ അവരുടേതായ രീതിയിൽ ഒരു ക്ലീനിങ് മസ്റ്റായിട്ട് ചെയ്യണം. അതിന് നമ്മൾ നേരെ അവർക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യും, നമ്മളുടേതായ രീതിയിൽ എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ അവിടുന്ന് മാറി താമസിക്കുക അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോയി താമസിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കസ്റ്റമേഴ്സിന് അവിടെ നിൽക്കുക. അപ്പൊ നമ്മളൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നിൽക്കുക. നമുക്ക് പിന്നെ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ എല്ലാ ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്നാലും ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടോ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ ഒരു പ്രശ്നമൊന്നുമില്ല. അതുപോലെ വാറണ്ടിന്റെ കാര്യം എങ്ങനെയായിരുന്നു പറഞ്ഞത്? വാറണ്ടി നമ്മൾ 6 വർഷം 10 വർഷത്തെ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ വാറണ്ടി, താമസം തുടങ്ങിയ വീടാണെന്നുണ്ടെങ്കിൽ 6 ഇയർ 6 വർഷത്തെ വാറണ്ടി. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ എഗെയിൻ ഒരു ചെതിൽ ഒരിക്കലും വരാൻ പാടില്ല നമ്മൾ പറയാം. പക്ഷെ നമ്മളൊരു 6 വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ 10 വർഷത്തെ വാറണ്ടി പറയുന്നതിന്റെ ഒരു കാരണം എല്ലാ ആളുകളും വീടിനെ ഒരേപോലെയല്ലേ കൊണ്ടെടുക്കുക. പക്ഷെ അൻപായിന്റെ വീട് ചിലപ്പോൾ ഭയങ്കര നീറ്റ് ആയിരിക്കും. പക്ഷെ എൻ്റെ വീട് ചിലപ്പോൾ എന്തായിരിക്കും, ഭയങ്കര കഞ്ചസ്റ്റഡായിരിക്കും. ചിലപ്പോൾ വാട്ടർ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മുറ്റത്ത് നിറച്ച് പുല്ലുണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ ചെതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു വീടിനെ കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഒരിക്കലും ഈ ഒരു ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ അധിക കസ്റ്റമറും താമസം തുടങ്ങിയ സമയത്ത് നമ്മൾ വിളിക്കും, ജനലിൽ ചെതിൽ വന്നു, കട്ടിലുകളിൽ ചെതിൽ വന്നു, അപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു വിളിക്കും. പക്ഷെ നമ്മൾ തന്നെ വളരെ സങ്കടത്തോടു കൂടി പല വീടുകളും 5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ വീടുകൾ ജനലൊക്കെ പൊളിഞ്ഞ് വീട്ടിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഇനിയുള്ള പുതിയ വീട് വെക്കുന്ന കസ്റ്റമറോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വീട് പണി നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം. അപ്പം ചെയ്യുക. 5 വർഷം കഴിഞ്ഞിട്ട് ചെതിൽ വന്നിട്ട് വരുന്നുണ്ടോ നോക്കിയിട്ട് ചെയ്താൽ പോരെ എന്ന് പറയുമ്പോൾ ആ ടൈമിൽ ചെതിൽ വന്ന ജനൽ നഷ്ടപ്പെടുകയാണ്. അതെ, അപ്പോൾ ഈ ജനൽ കംപ്ലൈന്റ് ആവുകയാണ്. ഇതായതിനു ശേഷമാണ് നമ്മളെ വിളിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ, ഇതിന്റെ ഭംഗി ഓൾറെഡി പോയി, ട്രീറ്റ്മെന്റ് നിർബന്ധമാവും ചെയ്യും. അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പല കസ്റ്റമറും നമ്മോട് പറയും ഒരു വീടൊക്കെ വെച്ച് ചെറിയ വരികയാണെങ്കിൽ നമ്മൾ വിളിക്കാന്ന് പറയും. പക്ഷേ ആ കസ്റ്റമർ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് ജനലോ വാതിലോ ഡാമേജ് ആയിട്ട് ഉണ്ടാവും. പിന്നെ അവർക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ അത് ഏറ്റവും നല്ല എന്താ വെച്ചാൽ, വീട് പണി നടക്കുന്ന സമയത്ത് തേപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വിളിക്കുക, ക്വിക്കായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യാം. അതെ, അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ പിന്നെ ഈ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ 3 ടീമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മളെന്തായാലും 1 വർഷം മുമ്പ് വന്ന ആ ഒരു അൻവർ അല്ല ഇപ്പോൾ, കാരണം അവർക്കുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ എല്ലായിടത്തും ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ അന്ന് കൊടുത്ത നമ്പർ തന്നെയാണോ കൊടുക്കേണ്ടത്? ഫോൺ വിളിച്ച് കിട്ടാത്ത കസ്റ്റമറിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലാണുള്ളത്, കഴിഞ്ഞ തവണ മഞ്ചേരിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങളൊരു വീട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെതിൽ വരാതിരിക്കാനുള്ള ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഡോക്ടർ ഹോമുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം തന്നെ ചെയ്യുക. അല്ലാതെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം സൊല്യൂഷൻ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴേക്കും ഒരുപാട് സംഗതികൾ നഷ്ടപ്പെടും. അപ്പോൾ സന്തോഷം, കൂടുതൽ പിന്നെ വിവരങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നതിനും അതുപോലെ നമ്മുടെ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ അൻവർ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് നിങ്ങൾ എത്തും? അധികം നമ്മൾ ഒരു 1 വീക്കിനുള്ളിൽ എല്ലാ വീടുകളും ചെയ്ത് കൊടുക്കുന്നതാണ്. ഫോൺ വിളിച്ച് കിട്ടാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാന്നുള്ളത്. ഇപ്പോൾ സൗദിയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ വിളിക്കുന്ന കസ്റ്റമർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം പിന്നെ വീടിന്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റ് വരെ ഒരു ദിവസം കൊണ്ട് 3000 സ്ക്വയർ ഫീറ്റ് വരെ ഒരു ദിവസം കൊണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.